തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് LDFന് തിരിച്ചടി തന്നെയാണ്. 2020 താരതമ്യം ചെയ്യുമ്പോഴാണ് LDFന് തിരിച്ചടി എന്ന് വലിയ തലക്കെട്ട് ഉണ്ടാകുന്നത്. സത്യത്തിൽ തിരിച്ചടി തന്നെയാണ്, കുറച്ച് കാണുന്നില്ല. 2024 മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു കേരളത്തിൽ, ലോകസഭയിലേക്ക്. LDFന് വമ്പൻ തിരിച്ചടിയായിരുന്നു. UDFന് മിന്നുന്ന ജയവും. മിന്നുന്ന ജയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വൻ ഭൂരിപക്ഷത്തിനാണ് ഓരോ ഇടത്തും UDF സ്ഥാനാർത്ഥി ജയിച്ചു വന്നത് എന്നത് നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ LDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 20 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു. 140-ൽ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ഭൂരിപക്ഷമുണ്ടായിരുന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഫലം വന്നു കഴിയുമ്പോൾ 63 സീറ്റിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. 63 സീറ്റിൽ ആദ്യത്തെ കണക്ക് പ്രകാരമാണ് 63 സീറ്റ് എന്ന് കണക്കാക്കിയിരിക്കുന്നത്. വിശദമായ റിസൾട്ട്, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. എന്ന് വെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി LDFന് ഉണ്ടായപ്പോഴും 2024 ലോകസഭ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഏറെ മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 20 സീറ്റിൽ മാത്രം മേൽക്കൈ ഉണ്ടായിരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് 63 ഉയരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വൻ നേട്ടമാണ് ഉണ്ടായത്. ഏകദേശം 90 നിയമസഭാ സീറ്റുകളിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നു 2010. അതിനുശേഷം നടന്ന 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചതാകട്ടെ 72 സീറ്റ് മാത്രമാണ്. കഷ്ടിച്ച് ഭൂരിപക്ഷം നേടിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നിന്ന് 2025 വരുമ്പോൾ 63 സീറ്റിന്റെ നേട്ടം ലോകസഭയിൽ നിന്ന് തദ്ദേശത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ, ആ കണക്ക് പരിശോധിച്ചാൽ LDFനെ സംബന്ധിച്ച് നേട്ടമുണ്ട്. ആ നേട്ടം ഇനി 72ലേക്കും 75ലേക്കും കൊണ്ടുവരാൻ കഴിയുമോ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് മാത്രം പരിശോധിക്കുമ്പോൾ UDFന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നോർക്കണം. ആ ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്. ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള, അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ജില്ലകളിലാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുകൂടി ഓർക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയാണ് തെരഞ്ഞെടുപ്പിൽ LDFന് എതിരെ UDF പ്രധാനപ്പെട്ട ആയുധമാക്കിയത്. വികസന കാര്യങ്ങൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചർച്ചയാക്കാൻ UDFന് ആഗ്രഹമില്ലായിരുന്നു. ശബരിമല മാത്രം ഉയർത്തിപ്പിടിച്ചാണ് വലിയ പ്രചാരണം നടത്തിയത് UDFും BJPയും. BJP അതിൽ തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കാണുന്നില്ല. എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം, ഉദാഹരണത്തിന് പന്തളത്തിൽ, അതോടൊപ്പം തന്നെ ശബരിമല ഉൾപ്പെടുന്ന വാർഡിൽ LDF ആണ് നേട്ടമുണ്ടാക്കിയത് എന്നോർക്കണം. പന്തളത്ത് കഴിഞ്ഞ തവണ BJP ജയിച്ച നഗരസഭയാണ്. ഇത്തവണ LDF തിരിച്ചു പിടിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ശബരിമല വിഷയം, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിൽ LDFന് അനുകൂലമായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം പ്രധാനപ്പെട്ട ചർച്ചയാക്കി മറ്റിടങ്ങളിൽ നേട്ടം കൊയ്യാൻ കഴിഞ്ഞു UDFനും BJPക്കും. എങ്കിലും ശബരിമലയുടെ അനുബന്ധ ക്ഷേത്രങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലും എല്ലാം LDFന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും 2025 തദ്ദേശത്തിൽ എത്തുമ്പോൾ നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ
വർധനവുണ്ടാക്കിയിട്ടുണ്ട്. അത് ഭൂരിപക്ഷത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. അവിടെ നിന്നും ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമോ LDFന്? അതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് UDF കേന്ദ്രങ്ങളിൽ വലിയ ആഘോഷമില്ലാത്തത്. വിജയം തന്നെയാണ്, അതിൽ ആഘോഷിക്കാം. പക്ഷേ സൂക്ഷ്മമായ പരിശോധനയിൽ വലിയ ആഘോഷം കാണിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും LDFന് ഇനിയും സമയമുണ്ട്. ആ സമയം എങ്ങനെ LDF വിനിയോഗിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരുക്കങ്ങളും അവരുടെ വിജയവും.